മൈഫ് ഇന്ത്യയുടെ എല്ലാ പ്രേക്ഷകർക്കും സംരംഭ വീതിയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. മൈഫ് ഇന്ത്യയുടെ എല്ലാ പ്രേക്ഷകർക്കും സംരംഭ വീതിയുടെ എൻ്റെ സംരംഭം എന്ന സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇനിയൊരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അത് കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്നാണ് പ്രശസ്ത ഇക്കണോമിസ്റ്റ് ഇസ്മായിൽ സർജലുദ്ദീൻ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രതിസന്ധി മറികടക്കാൻ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഇടവിലങ്ങ് എന്ന സ്ഥലത്ത് ജോ എന്ന സംരംഭകൻ ആരംഭിച്ചിട്ടുള്ള ഒരു സംരംഭത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോടെ തന്നെ ചോദിക്കാം. എൻ്റെ പേര് ജോയ്. എൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ അടുത്ത ഇടവിലങ്ങാണ്. കഴിഞ്ഞ 40ഓളം വർഷങ്ങളായിട്ട് സൈസ് റിഡക്ഷൻ ടെക്നോളജി ഫീൽഡിൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾ കോവിഡിന് ശേഷം ഞങ്ങളുടെ ഇൻഡസ്ട്രിയെല്ലാം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ഒരു സൈസ് റിഡക്ഷൻ മെഷീനിൽ ഒരു ജർമ്മൻ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ലഭ്യമാവുന്ന കടൽക്കക്കകൾ പൊടിച്ചു കൊടുക്കുന്ന യൂണിറ്റ് തുടങ്ങി. അത് ആ കമ്പനിക്ക്, ജർമ്മൻ കമ്പനിക്ക് അവരുടെ ഒരു R&Dയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളത് ചെയ്തു കൊടുത്തിരുന്നത്. അവരുടെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് വളരെ സക്സസ്സായി കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ മെഷീൻ സംവിധാനങ്ങളൊക്കെ ഞങ്ങളുടെ പുതിയൊരു ഇൻഡസ്ട്രിക്ക് വേണ്ടി മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് ആ ജർമ്മൻ കമ്പനി തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റായിട്ട് തന്നെ ഇന്ത്യയിൽ മുമ്പോട്ട് പോകാൻ കഴിയും. കാരണം ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ പശുക്കളുള്ള സ്ഥലം ഇന്ത്യയാണ്. അപ്പോൾ ഈ കടൽക്കക്കകളിൽ നിന്ന് പൊടിക്കുന്ന സീഷൽ പൗഡർ പശുക്കൾക്ക് കാൽഷ്യം സപ്ലിമെൻ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ അതിനുള്ള ശ്രമമായിട്ടാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് ശംഖുഭസ്മം വികസിപ്പിച്ചെടുത്തത്. പിന്നെ വെള്ളം ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വളരെയധികം റിസർച്ച് എല്ലാം ചെയ്തു. അതിൻ്റെ ഏറ്റവും അവസാനം ഞങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ശംഖുഭസ്മം. ഒരു പ്ലാറ്റ്ഫോമിൽ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ കിണറിലെ വെള്ളത്തിൽ എന്ന് വെച്ചാൽ മലിനജലത്തിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് സ്പ്രിംഗ്ലർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം ശുദ്ധീകരിക്കുന്ന പദ്ധതി. പിന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ കിണറിൽ മോട്ടർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ഏറ്റവും അടിയിലുള്ള ഹാർഡ് വാട്ടറാണ് നമ്മൾ പമ്പ് ചെയ്ത് മുകളിലോട്ട് എടുക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ മുകൾ ഭാഗത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ള ഫുട് വാൽവ് വഴി നമുക്ക് വെള്ളം മുകളിലോട്ട് പമ്പ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പേരിൽ വെള്ളത്തിലെ ഏറ്റവും കാഠിന്യം കുറഞ്ഞ ഓക്സിജനുമായി വളരെയധികം ബന്ധപ്പെട്ട് നടക്കുന്ന ടോപ്പ് ലെയറിലുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ തെളിവെള്ളം, ആ തെളിവെള്ളം തന്നെ നമുക്ക് പമ്പ് ചെയ്തെടുക്കാൻ കഴിയും. ലോകത്തെമ്പാടും സ്പ്രിംഗ്ലർ ഉപയോഗിക്കുന്നത് കൃഷിക്കുള്ള ജലസേചനത്തിന് വേണ്ടിയാണ്. ഇതേ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് നമുക്ക് ജലം എങ്ങനെ ശുദ്ധീകരിക്കാം, അതിനുള്ള അനുബന്ധ മെറ്റീരിയൽസാണ് ഈ കാണുന്നതെല്ലാം. ഒരു PVC പൈപ്പ്, ഒരു ബെൻഡ്, ഇങ്ങനത്തെ 4 എണ്ണം സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഫ്രെയിം. അതിൻ്റെ മീതയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു നെറ്റുണ്ട്. ആ നെറ്റിൻ്റെ നടുക്ക് നമ്മൾ സ്പ്രിംഗ്ലർ ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഈ മോട്ടോറാണ് വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഒന്ന് കാണാം. അതിനുശേഷം ഇത് കിണറിൽ ഇറക്കി വെച്ച ശേഷം നമുക്ക് അതും വർക്ക് ചെയ്യുന്നത് കാണാം. ഈ സ്പ്രിംഗ്ലറിൽ സ്പ്രേ ചെയ്യുന്ന വെള്ളം ഈ ശംഖുഭസ്മത്തിൽ കൂടി താഴേക്ക് ഡ്രോപ്പായിട്ട് വീഴും. അങ്ങനെ വീഴുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന് എയറേഷൻ നടക്കുന്നു, ഓക്സിഡേഷൻ നടക്കുന്നു, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വെള്ളം കിട്ടുന്നു. ഈ സൈഡിൽ ഇവിടെയാണ് നമ്മൾ ഫുട് വാൽവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോൾ ഇട്ടിരിക്കുന്നത്, പ്രൊവിഷൻ ഇട്ടേക്കുന്നത്. ഇവിടെ നിന്ന് ഫുട് വാൽവ് വരുമ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് ഏറ്റവും തെളിവെള്ളം, എയറേഷൻ കിട്ടുന്ന തെളിവെള്ളമായിരിക്കും നമ്മൾ മുകളിലേക്ക് പമ്പ് ചെയ്തെടുക്കുക.
ശംഖുഭസ്മം എന്നത് ആയുർവേദത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു മരുന്നാണ്. ഇത് നിർമ്മിക്കുന്നത് സീഷെല്ലുകളിൽ നിന്നാണ്. കാൽഷ്യം കാർബണേറ്റ്, അത് ഒരു ഹോട്ട് പ്രോസസ്സാണ്. നമ്മൾ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി നൽകുന്ന ഫുഡ് ഗ്രേഡ് ശംഖുഭസ്മമാണ്. ഇത് കോൾഡ് പ്രോസസ്സാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. മെഡിസിനൽ ഗ്രേഡ് ശംഖുഭസ്മം എന്ന് പറഞ്ഞാൽ ആയുർവേദ വിധിപ്രകാരം, ആയുർവേദത്തിലെ രസതരംഗിണി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് പ്രകാരമാണ് ആയുർവേദത്തിൽ ശംഖുഭസ്മം ഉണ്ടാക്കുന്നത്. അതിന് ആരോഗ്യവകുപ്പിൻ്റെ അനുമതിയോടുകൂടിയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുണ്ടാക്കുന്ന ഫുഡ് ഗ്രേഡ് ശംഖുഭസ്മം ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലൈസൻസ് ഞങ്ങൾക്കുള്ളതാണ്. അതുപ്രകാരമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. മറ്റു പല കമ്പനിക്കാരും ഈ ശംഖുഭസ്മം എന്നുള്ള പേരിൽ പറഞ്ഞിട്ട് നമ്മുടെ കടലിലെ കക്കകൾ, കൃഷിക്ക് ഉപയോഗിക്കുന്ന കക്കകളുണ്ട്, യാതൊരുവിധ ഗുണനിലവാരവും അതിനുണ്ടാവില്ല, അങ്ങനെ പൊടിച്ചു വെക്കുന്ന ആൾക്കാരും ഉണ്ട്. ക്വാളിറ്റി ഉള്ളത് കിട്ടണമെങ്കിൽ ഞങ്ങളുടെ ശംഖുഭസ്മം തന്നെ വേണം. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് സർഫസ് മോർഫോളജി, അൾട്രാസോണിക് കാവിറ്റേഷൻ, മൈക്രോവേവ് റേഡിയേഷൻ, ഹൈ പ്രഷർ വാഷിങ്, വെറ്റ് ഗ്രൈൻഡിങ്, സൈസ് റിഡക്ഷൻ, അങ്ങനെ ഒരുപിടി സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ നിർമ്മിക്കുന്ന ശംഖുഭസ്മം ഉപയോഗിച്ചാൽ പ്രധാനമായും വെള്ളം വളരെയധികം ഗുണമേന്മയിലെത്തും. കടലിൽ നിന്നുള്ള മിനറൽസുകളും ട്രൈസ് എലിമെൻസും ധാരാളം ഞങ്ങളുടെ ശംഖുഭസ്മത്തിലുണ്ട്. ഇതെല്ലാം തന്നെ കുടിവെള്ളത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ ലഭിക്കും. അതിനാൽ നിങ്ങളുടെ ശരീരത്തിലെ അസിഡിറ്റി മാറുന്നതായിരിക്കും. കൂടാതെ ട്രൈസ് എലിമെൻസും മറ്റു മൂലകങ്ങളും ലഭിക്കുന്നതിൻ്റെ പേരിൽ ശരീരത്തിലെ എല്ലാവിധ ഉപാചയ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ നടക്കുന്നതാണ്. ഞങ്ങൾ ശംഖുഭസ്മം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി സീഷെല്ലുകളെല്ലാം ശേഖരിക്കുന്നത് ഇവിടെ അടുത്ത് അഴീക്കോട്, മുനമ്പം എന്ന പ്രദേശങ്ങളിൽ നിന്നാണ്. അവിടെ സ്ത്രീകൾ കടലിൽ നിന്ന് വാരിക്കൊണ്ടുവരുന്ന സീഷെല്ലുകളാണ് ഞങ്ങളിവിടെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഈ സീഷെല്ലുകൾ ഇവിടെ കമ്പനിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഹൈ പ്രഷർ വാഷിംഗ് ആദ്യം നടത്തും. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തുള്ള മറ്റ് ഖരമാലിന്യങ്ങളെല്ലാം തന്നെ സ്ത്രീകൾ കൈകൊണ്ട് പറക്കി മാറ്റി വേർതിരിച്ച് ശുദ്ധമായ കടൽക്കക്കകൾ മാത്രം എടുക്കും. അതിൽ നിന്ന് ഇത് പ്രത്യേക താപനിലയിൽ, അന്തരീക്ഷ ഊഷ്മാവിൽ നിന്നും കൂടിയാൽ ഒരു 4-5 ഡിഗ്രി മാത്രം ഉയരുന്ന വിധത്തിൽ താപക്രമീകരണം നടത്തിയാണ് ഞങ്ങൾ ഇത് സൈസ് റിഡക്റ്റ് ചെയ്ത് എടുക്കുന്നത്. ആ സമയത്ത് അൾട്രാസോണിക് കാവിറ്റേഷൻ, മൈക്രോവേവ് തുടങ്ങിയ പ്രക്രിയകളും സർഫസ് മോർഫോളജി സാങ്കേതികവിദ്യയും വെറ്റ് ഗ്രൈൻഡിങ്, സൈസ് റിഡക്ഷനുമാണ് പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത്. ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുത്ത ശംഖുഭസ്മം നാം കിണറിലേക്കിട്ട് അല്ലെങ്കിൽ ജലാശയ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുമ്പോൾ നാം ആ ജലാശയത്തിൽ നിന്നും പ്രതിദിനം എടുക്കുന്ന വെള്ളത്തിൻ്റെ 15% വരെ നാം ആ ജലാശയത്തിൽ ബഫർ സ്റ്റോക്കായി സൂക്ഷിക്കണം. അടുത്ത വർഷം മുതൽ നമ്മൾ ബഫർ സ്റ്റോക്കായി എത്ര കിലോ ആണോ നമ്മൾ കിണറിലിട്ടേക്കുന്നത് അതിൻ്റെ 10% മതിയാകും. എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ വെള്ളം എടുക്കുന്ന ഒരു കിണറിൽ ആദ്യ വർഷത്തിൽ ബഫർ സ്റ്റോക്കായി നാം 150 കിലോഗ്രാം വരെ സൂക്ഷിക്കേണ്ടി വരും. പല കിണറുകളിലും 150 കിലോഗ്രാം വരെ സൂക്ഷിക്കേണ്ടി വരില്ല, അതിൽ താഴെ മതിയാകും. അടുത്ത വർഷം മുതൽ നാം ഉപയോഗിക്കേണ്ടത്, ഈ വർഷം നമ്മൾ 150 കിലോ ആണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ 100 കിലോ ആണ് ഉപയോഗിച്ചത് എങ്കിൽ 10 കിലോഗ്രാം മതിയാവും. നമ്മൾ അഴീക്കോട് ഭാഗത്തുനിന്ന് കൊണ്ടുവരുന്ന സീഷെല്ലുകൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് അടിക്കാതെ വിധത്തിലുള്ള ഷെഡുകളിലാണ്. അൾട്രാ വയലറ്റ് സൂര്യരശ്മികൾ അടിച്ചാൽ സീഷെല്ലുകളിലുണ്ടാകുന്ന പ്രതിപ്രവർത്തനം ഇതിൻ്റെ ഗുണമേന്മ നശിപ്പിക്കും. അങ്ങനെ സീഷെല്ലുകളുടെ ഗുണമേന്മ അൾട്രാ വയലറ്റ് റൈസ് കൊണ്ട് നശിക്കാതിരിക്കുന്നതിനു വേണ്ടിയാണ് നാം ഈ രീതിയിൽ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ശംഖുഭസ്മം ആവശ്യമുള്ളവർ ഞങ്ങളുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത പട്ടണത്തിലേക്ക് എത്തിച്ചു നൽകുന്നതാണ്. നിങ്ങളുടെ കിണറുകളിലേക്ക് ആവശ്യമായ അളവ് വരുന്നത് നിങ്ങൾ ഒരു ദിവസം കിണറിൽ നിന്നും എത്ര ലിറ്റർ വെള്ളമാണോ എടുക്കുന്നത് അതിൻ്റെ 15% വരെ ബഫർ സ്റ്റോക്കായി നിങ്ങളുടെ കിണറുകളിൽ സൂക്ഷിക്കേണ്ടതാണ്. അടുത്ത വർഷം മുതൽ നിങ്ങൾ ആദ്യ വർഷം ഉപയോഗിച്ച അളവിൻ്റെ 10% മതിയാകും.
എന്ന് പറഞ്ഞാൽ 500 ലിറ്റർ വെള്ളം എടുക്കുന്ന ഒരു കിണറിൽ നാം പ്രതിവർഷം ആദ്യഘട്ടത്തിൽ സൂക്ഷിക്കേണ്ടി വരുന്നത് 75 കിലോഗ്രാമാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ അത് 7.5 കിലോഗ്രാം ഉപയോഗിച്ചാൽ മതിയാകും. ഇത് ശംഖുഭസ്മദാഹശമിനിയാണ്. ഇത് റിഫൈൻഡ് മെറൈൻ ഷെല്ല് എക്സ്ട്രാക്റ്റ് ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തിലെ അസിഡിറ്റി നിയന്ത്രിക്കാൻ കഴിയും. ഇത് രാവിലെ എഴുന്നേറ്റ ഉടനെ 1 ഗ്രാം വെള്ളത്തിൽ കലക്കി കുടിക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുൻപും 1 ഗ്രാം വെള്ളത്തിൽ കലക്കി കുടിക്കുക. നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങളും ഇതവിടെ മാറിക്കിട്ടും. ഇത് സ്ഥിരമായിട്ട് കഴിക്കണം എന്ന് മാത്രം. 200 ml വെള്ളത്തിലാണ് നമ്മൾ കലക്കി കുടിക്കേണ്ടത്. ഇതെല്ലാവർക്കും കഴിക്കാം. ശരീരത്തിലെ അസിഡിറ്റി എല്ലാവർക്കും റെഗുലേറ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് തരും. ഈ പൗഡറിൽ ഉപയോഗിച്ച് നേരത്തെ പ്രതിപാദിച്ച രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലെത്തുന്ന നമ്മുടെ ഭക്ഷണത്തിലുള്ള ഓക്സിലേറ്റുകളെ ഈ കാൽഷ്യം പൗഡർ നമ്മുടെ ഭക്ഷണത്തോടൊപ്പം തന്നെ ആമാശയത്തിൽ വെച്ച് സെപ്പറേറ്റ് ചെയ്യുകയും ഓക്സിലേറ്റുകളെ രക്തത്തിലേക്ക് കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ഈ സാധനം സ്ഥിരം വാങ്ങലുള്ളതാണ്. 1 വർഷത്തിൽ മേലെയായി ഇപ്പോൾ വാങ്ങിക്കുന്നത്. ആദ്യം കാലുവേദന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പറഞ്ഞിട്ടാണ് കാലുവേദനക്കൊക്കെയുള്ള സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ജ്യേഷ്ഠനാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ ആൾക്ക് നല്ല മാറ്റമുണ്ട്. കാലുവേദന എന്ന് വെച്ചാൽ നല്ല പെയിനായിരുന്നു. ഇപ്പോൾ അത് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആള് പുറത്തേക്ക് പോണ കാരണം എൻ്റെ അടുത്ത് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ പിന്നെ വേറെ വെള്ളത്തിൽ കിണറ്റിലിടുന്ന സംഭവങ്ങളുണ്ട് കേട്ടോ. അതും നല്ലതാണ്. വെള്ളമൊക്കെ നല്ല ക്ലിയറായി. ഇതൊരു വാട്ടർ ഫിൽറ്ററാണ്. ഇതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന വെള്ളം, കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യാൻ എടുക്കുന്ന വെള്ളം നമുക്ക് 8.5 pH കൃത്യമായിട്ട് ആൽക്കലൈൻ വാട്ടറായിട്ട് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. 8.5 pH ഉള്ള ആൽക്കലൈൻ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് രോഗാണുക്കൾ ഉണ്ടാവില്ല. നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണങ്ങളുള്ള മിനറൽസും മറ്റ് ട്രൈസ് എലിമെൻസും എല്ലാനും ഈ വെള്ളത്തിലുണ്ടായിരിക്കും. ഇതേപോലത്തെ ഒരു ശംഖുഭസ്മം ഇതിൽ നിക്ഷേപിച്ചിട്ടുള്ളതാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് നമുക്ക് ഇതേപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ pH 8.5 9 pH ഉയർന്നു കിട്ടും. ഈ വെള്ളം നമുക്ക് ഗ്ലാസ്സിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായിരിക്കും. ശംഖുഭസ്മം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ച 8 pH ഉള്ള ആൽക്കലൈൻ വാട്ടറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് സാധാരണ ഒരു കിണറിലെ വെള്ളമാണ്. അതേ വെള്ളം നമ്മൾ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും 8.1 pH. ഇതിൻ്റെ pH മിക്കവാറും 5 ആയിരിക്കും അല്ലെങ്കിൽ 6 ആയിരിക്കും. ശംഖഭസ്മം ഇട്ടതിന് ശേഷം കുറേ ബെറ്ററായി വെള്ളം. 1 കൊല്ലമായിട്ട് ഇപ്പോൾ ഇത് നന്നായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വെള്ളം ക്ലിയറായി. നേരത്തെ ഒരു ചുവപ്പ് കളർ ഉണ്ടായിരുന്നു. ശംഖുഭസ്മത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു സംരംഭത്തിൻ്റെ വിശേഷങ്ങളുമായി എൻ്റെ സംരംഭത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.